എന്തിരിപ്പാ ബാലേട്ടാ ഇത്? ക്ഷീണമുണ്ടെങ്കിൽ ഊണ് കഴിച്ച് കിടക്കാം. മോളുറങ്ങിയോ? ഞാൻ ഊണ് വിളമ്പട്ടെ? എന്താ സാറേ ഒരു പനി പിടിച്ച പോലെ? സുഖല്ല, പിന്നെ വണ്ടിക്കും ചെറിയ തകരാറുണ്ട്. അതിന് എനിക്കിന്നൊക്കെ പോകേണ്ട ആവശ്യമില്ല. ഇന്ന് ഗൾഫിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് വന്നു. അവനൊരു സാധനം തന്നു. അപ്പൊ ഞാൻ സാറിനെ ആലോചിച്ചു. നന്നായി. ഞാൻ ആകെ ഒരു സുഖമില്ലാണ്ടിരിക്കായിരുന്നു. ഞാൻ പോയി ഗ്ലാസ് വെള്ളം എടുത്തിട്ട്. ചേച്ചി എടയോ? അതൊന്നും സാരല്ല, താനിരിക്കും. എന്തിനാ ഗ്ലാസും വെള്ളം? സുധാകരൻ വന്നിട്ടുണ്ട്, നീ ഊണ് കഴിച്ച് കിടന്നോ. ബാലേട്ട കഷ്ടമാണ് കേട്ടത്, ഞാൻ സമ്മതിക്കില്ല. നിമ്മി പറയണത് കേട്ടാ മതി, എന്നെ ഭരിക്കാൻ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. ബാലേട്ട ഞാൻ കാല് പിടിച്ച് നീ ഒന്നും പറയണ്ട. വെള്ളം തീർന്നല്ലോ സാർ. ഞാൻ എടുത്തരാം. വിളിക്കുന്ന വേണ്ട വേണ്ട, സാർ ഇരിക്കും, ഞാൻ എടുത്തോളാം. അടുക്കളുണ്ടാവും. അത് ശരി, അതും കാലിയാക്കിയ സാറേ. സാറേ സാറേ ചേച്ചി, ഞാൻ വെള്ളം ചേച്ചി തെറ്റിദ്ധരിക്കരുത് ചേച്ചി. സാറിനോട് പറയല്ലേ, ഞാൻ വേറെ ഒന്നുമല്ല. ഞാൻ പോയിക്കോളാം. മരിക്കുന്നതാണ് നല്ലത്. സ്വന്തം ഭാര്യയുടെ മാനം പോലും കാക്കാൻ അറിയാത്ത നിങ്ങൾ മരിക്കുന്നതാണ് നല്ലത്. നിമ്മി, നിമ്മി,
നിമ്മേ ആ പടി ഇങ്ങോട്ട് കയറണ്ട. ഈ പടി ചവിട്ടില്ല എന്ന് പറഞ്ഞാണല്ലോ പോയത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. അച്ഛാ അങ്ങനെ വിളിക്കണ്ട, അതെനിക്ക് ഇഷ്ടമല്ല. എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്ന് രാവിലെ നിമ്മി നിമിക്ക് എന്ത് പറ്റി? എനിക്ക് എന്റെ നിമ്മയെ കണ്ടാ മതി. എനിക്ക് അവളോടാ സംസാരിക്കാനുള്ളത്. ഇനി അത് നടക്കില്ല. അവളെ കാണാൻ പോലും പറ്റില്ല. എനിക്ക് കണ്ടേ തീരൂ. കണ്ടിട്ടേ ഞാൻ പോവൂ. നിങ്ങളെ അവൾക്ക് കാണണമെന്നില്ലെന്ന്. അത് നിങ്ങൾ പറഞ്ഞാ പോരല്ലോ. അവള് പറട്ടെ. അത് പറയാൻ പോലും അവൾ ഇനി നിങ്ങളുടെ മുമ്പിൽ വരില്ല. അവളെ കാണാതെ ഞാൻ പോവില്ല. എന്നെ കൊന്നാലും ഞാൻ പോവില്ല. എന്റെ മോളെ നിമ്മി എനിക്ക് കാണണം. ദയവായിട്ട് എന്നെ അനുവദിക്കും. എന്റെ വീട്ടിൽ കയറുമെന്ന് ബഹളം ഉണ്ടാക്കരുത്. തുടരെ തന്നെ. ആർക്കും എന്നെ തടയാൻ പറ്റില്ല. എന്റെ ഭാര്യ മോളെ കൂടെ ഞാൻ പോവും. എന്താ ബാല ഇത്? വേണ്ട അച്ഛാ, അയാള് കാണട്ടെ. ഞാൻ സംസാരിക്കാം. ഇതെന്റെ വീടാണ്. ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കണ്ട. പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാം. ഇന്നലെ എന്തൊക്കെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പറ്റിപ്പോയി. എന്തായാലും നീ ബാലേട്ടനോട് ക്ഷമിക്കും. ഇന്നലെ വരെ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്ന എന്റെ പരമാവധി ഞാൻ സഹിച്ചിട്ടുണ്ട്. ഏത് കഷ്ടപ്പാടിലും ദുരിതത്തിലും നിങ്ങളുടെ കൂടെ ഞാൻ നിന്നു, സ്നേഹിച്ചു. കണ്ണീരോടെ അല്ലാതെ മുഖം കറുത്തൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. എന്താ നീ പറയണേ? അതിന് മാത്രം എന്താ ഉണ്ടായേ? അത് ശരി, എന്താ ഉണ്ടായെന്ന്? സകലതും വിറ്റ് തൊലച്ചു. മദ്യത്തിന് വേണ്ടി അഭിമാനം വരെ വിറ്റു. സ്വന്തം ഭാര്യ വിൽക്കുന്നു വിചാരിച്ചില്ല. ആവശ്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ. എന്താ പറഞ്ഞേ? വിൽക്കുന്നോ? എന്റെ അച്ഛനെ തുടരുത്. ശരിയല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് മാനാഭിമാനങ്ങൾ ഒന്നുമില്ല. എന്തും ചെയ്യും. ഒരിത്തിരി ധൈര്യം കൂടി അയാൾക്കുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങളുടെ കട്ടിലിൽ കിടക്കണത്. സ്വന്തം ഭാര്യയുടെ മാനം നോക്കാൻ ശേഷിയില്ലാത്തൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണും ഇഷ്ടപ്പെടില്ല. ഇനി എനിക്ക് പേടിയാണ്. നിങ്ങളെനിക്ക് പേടിയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. നമുക്ക് പിരിയാം. അങ്ങനെ പറയരുത് നിമ്മേ. എങ്ങോട്ടാ? എന്റെ മകള് നിങ്ങളെ മനസ്സാ വരിച്ചതാ, ഓർമ്മയുണ്ടോ? ഇപ്പൊ അവള് നിങ്ങളെ മനസ്സാൽ ഉപേക്ഷിച്ചിരിക്കില്ല. നിമ്മയ്ക്ക് അതിന് കഴിയില്ല. അവൾ എന്റെയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഞാൻ എനിക്ക് താലിയാണ് അവളെ കഴുത്തി കിടക്കുന്നത്. താലി ഇതാ നിന്റെ താലി. ബാക്കി നമുക്ക് കോടതി കാണാം. ബാലേന്ദ്രൻ, എന്താ ഓർമ്മ കിട്ടണില്ലേ? രാധാകൃഷ്ണൻ നായർ
ഇങ്ങനൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. അതല്ലേ ഈശ്വരന്റെ ഒരു കളി. ഇന്നലെ രാത്രി കണ്ടപ്പോ മനസ്സിലായില്ലെങ്കിലും എവിടെയോ കണ്ടു മറന്ന പോലൊരു തോന്നല്. നല്ല പരിചയം. എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. 10-16 വർഷമായില്ലേ. ജീവിച്ചിരിക്കണ്ടാവും എന്നെ വിചാരിച്ചിട്ടില്ല. പഴയ ബാലേന്ദ്രൻ ജീവിച്ചിരിക്കുന്നില്ല. എങ്ങനെ ഈ വേഷത്തിൽ എത്തിപ്പെട്ടു? അന്ന് ഞാൻ മനസ്സിൽ ഒരു ആത്മഹത്യയായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തത്. അതും ശ്രമിക്കാതിരുന്നില്ല. പല വേഷങ്ങളും കെട്ടി നോക്കി. നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു പിടിക്കാൻ. കള്ളക്കടത്ത്, കള്ളച്ചൂട്, കള്ളച്ചാരായം, അങ്ങനെ പറയാൻ അറയ്ക്കുന്നത് പലതും. കിട്ടിയത് രോഗങ്ങൾ, കരള്, തലച്ചോറ് എല്ലാം തകർന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിർമ്മലയും മോളും തിരുവനന്തപുരത്താ കൃഷ്ണേട്ടന്റെ കൂടെ. മതി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും അറിയണ്ട. അറിയണ്ടെന്നോ? അതെ, അറുത്തിട്ടും മറ്റു പോകാത്ത ആ ചരട് പൊട്ടിച്ചെറിയാനാണ് ഞാനിവിടെ വന്നത്. നോക്ക്, ഉപേക്ഷിക്കാനോ വിൽക്കാനോ കഴിയാതെ എന്നെ എന്നും പിറകോട്ട് വലിക്കുന്ന ഈ മുദ്ര, ഇത് ഈ സാഗരങ്ങൾക്ക് സമർപ്പിക്കണം. സ്വതന്ത്രനായി തിരിച്ചു പോകണം. അതോടെ എല്ലാ അറ്റുപോവോ ബാലേന്ദ്ര? ബാലചന്ദ്രനല്ല, ഇപ്പോ ആത്മചൈതന്യ. ദയവ് ചെയ്തെന്റെ മനസ്സിന്റെ ശാന്തത തകർക്കരുത്. 10-16 വർഷമായിട്ട് ഒരു സ്ത്രീ നിങ്ങളെ ഓർത്ത് ഉരുകി കഴിയുണ്ട്. അവരുടെ കണ്ണീരുണങ്ങാതെ ഏത് ഈശ്വരനാണ് നിങ്ങൾക്ക് ശാന്തത തരിക? പ്ലീസ്, ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാലം കഴിഞ്ഞു. ഈ ജീവിതത്തിൽ ഞാൻ സുഖവും സമാധാനവും കണ്ടെത്തുന്നു. എന്നെ വെറുതെ വിടണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ഓ ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുത്തണ്ട. എന്ന് മടങ്ങും? കഴിഞ്ഞാൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. നാളെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്നു. എന്റെ ഭാര്യയുടെ അനുജത്തി നിർമ്മലയുടെ മകൾ ഇന്ദുവിന്റെ വിവാഹമാണ്. സൗകര്യപ്പെട്ടാൽ വരണം.